ഒരു ദിവസം ഒരു ഗുരുവും അവൻ്റെ ശിഷ്യനും ഒരു ദൂരയാത്രയ്ക്ക് പോയി. മഴ ഭയങ്കരമായിട്ട് പെയ്യുമായിരുന്നേ. ഭയങ്കരമായിട്ട് മണ്ണ് ചെളിയും എല്ലാം നിറഞ്ഞ പാതയായിരുന്നു അത്. അവർ ഒരു നദിയുടെ കരയിലേക്കെത്തി. അവിടെ ഒരു യുവതി നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് നദി കടക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, നമ്മൾ മോങ്സാണ്, സ്ത്രീകളെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവൻ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ ഗുരു ഒന്നും പറയാതെ ആ യുവതിയെ എടുത്ത് നദി കടത്തി മറുവശത്തിറക്കി. അവൾ നന്ദി പറഞ്ഞ് അവൾ പോയി. ഗുരുവും ശിഷ്യനും പിന്നെയും യാത്ര തുടരുകയാണ്. പക്ഷേ ശിഷ്യൻ്റെ മൈൻഡ് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പം ഗുരു എന്തായി ചെയ്തേ? അത് തെറ്റല്ലേ? അയാൾ റൂൾസ് ബ്രേക്ക് ചെയ്യുകയല്ലേ ചെയ്തത്? അവനങ്ങനെ മണിക്കൂറുകളോളം ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ദിവസങ്ങളായി ചിന്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ സഹിക്കാൻ പറ്റാതെ അവൻ ചെന്ന് അവൻ്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരുവേ, നിങ്ങൾ ആ സ്ത്രീയെ എടുത്തത് തെറ്റല്ലേ? അപ്പം ഗുരു എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗുരു ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ നദിയുടെ അപ്പുറത്ത് തന്നെ ഇറക്കി വിട്ടു. പക്ഷേ നീ ഇപ്പോഴും അവളെ കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ഈ കഥ ഭയങ്കര സിമ്പിളാണ്. കഥ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ പല ഇവൻറ്റ്സ് ഉണ്ടാകാം. മേ ബി ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം, എംബറാസ്മെൻറ്റ്സ് ആയിരിക്കാം, മിസ്റ്റേക്സ് ആയിരിക്കാം. നമ്മൾ ഫിസിക്കലി നമ്മളത് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ മെൻ്റലി നമുക്കതിനൊരിക്കലും കഴിയാറില്ല. നമ്മൾ ആ സംഭവം വീണ്ടും വീണ്ടും റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മീനിങ്, അത് നമ്മളെ ഹേർട്ട് ചെയ്തത്, അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് 4 പോയിൻറ്റ്സ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ. അത് അതിൽ നിന്ന് പോയ കാര്യങ്ങൾ വീണ്ടും പിടിച്ചു നിർത്താതിരിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ഈസ് തോട്ട് ഈസ് നോട്ട് ഈക്വൽ ടു റിയാലിറ്റി. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാം സത്യമാവണമെന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ഈസ് എ പ്രസൻറ്റിൽ എപ്പോഴും നമ്മൾ ജീവിക്കുക. അതായത് പാസ്റ്റ് ഒരിക്കലും ക്യാരി ചെയ്ത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ എപ്പോഴും നമ്മൾ പ്രസൻറ്റിൽ വേണം ജീവിക്കാൻ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിൻ്റ് ഈസ് പോസ് ആൻഡ് ഒബ്സർവ്. അതായത് ഒരു തോട്ട് വരുമ്പോൾ ആ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഒരു ടൂളാണ്, അതൊരു വെപ്പൺ ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓരോരുത്തരും ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു.